ആപ്പിളോ മാങ്ങയോ ഒന്നുമല്ലാതെ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ തേങ്ങ തന്നെ ഉടയ്ക്കുന്നത്? മറ്റു പഴങ്ങൾക്കൊന്നും തന്നെ അവകാശപ്പെടാൻ കഴിയാത്ത തേങ്ങയ്ക്ക് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്. തേങ്ങ കരുതപ്പെടുന്നത് തന്നെ ദ മോസ്റ്റ് പ്യുവർ ഫ്രൂട്ട്, അതായത് എച്ചിലാകാത്ത ഒരേ ഒരു ഫലം എന്നാണ്. മറ്റു പഴങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷികളോ വണ്ടുകളോ മറ്റു ജീവികളോ വന്നിരുന്ന് അത് കടിക്കാനും എച്ചിലാക്കാനും ഇൻഫെക്റ്റഡ് ആക്കാനും ഒക്കെ സാധ്യതയുള്ളതാണ്. മാത്രമല്ല, നമ്മളൊരു പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി വരുന്ന വിത്താണ് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുന്നത്. അതായത് ഒരു ഉച്ഛിഷ്ടമാണ് മരമായിട്ട് വളരുന്നത്. പക്ഷേ തേങ്ങ എങ്ങനെയാണോ ആ പൂർണ്ണതയോടുകൂടി തന്നെ മണ്ണിൽ കുഴിച്ചിട്ടാലേ അത് മരമായി വളരുകയുള്ളൂ. പൂർണ്ണതയുടെ പ്രതീകമായിട്ടുള്ള ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫ്രൂട്ട് തേങ്ങ തന്നെയാണെന്നാണ് കരുതപ്പെടുന്നത്. എങ്കിൽ എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ തേങ്ങ ഉടയ്ക്കുന്നത്? വെറുതെ ദൈവത്തിന് സമർപ്പിച്ചാൽ മാത്രം പോരെ? അതിന്റെ പിന്നിലും ഒരു കാരണമുണ്ട്. ആത്മീയപരമായി നോക്കുമ്പോൾ മനുഷ്യ മനസ്സിനെയും ശരീരത്തെയുമാണ് തേങ്ങ റെപ്രസെന്റ് ചെയ്യുന്നത്. നാരുകളോട് കൂടിയ പുറന്തോട് മനുഷ്യന്റെ ലൗകിക മോഹങ്ങളെയും കട്ടി കൂടിയ ഭാഗം മനുഷ്യന്റെ ഈഗോയെയും ഉള്ളിലെ വെളുത്ത കാമ്പ് ശുദ്ധമായിട്ടുള്ള മനസ്സിനെയും അതിലെ ജലം ആത്മാവിനെയും ജീവനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദൈവത്തിന് മുന്നിൽ തേങ്ങ ഉടയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും ഈഗോയും എല്ലാം തകർത്ത് ശുദ്ധമായ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നുള്ള അർത്ഥമാണ് അവിടെ ഉണ്ടാകുന്നത്. ഏതൊരു കാര്യം ആദ്യമായി ചെയ്യുമ്പോഴും ഗണപതിക്ക് മുന്നിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ തേങ്ങ ഉടയ്ക്കുന്നതും, ശബരിമലയ്ക്ക് പോകുന്ന ഏതൊരു ഭക്തനും ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങ വെച്ച് അത് അയ്യപ്പന് മുന്നിൽ സമർപ്പിക്കുന്നതും ഇതിന്റെ എല്ലാം